മൈൻഡിനെ കുറിച്ചും ഹ്യൂമൻ മൈൻഡിന്റെ പല അവസ്ഥകളെ കുറിച്ചും അതിന്റെ ഒരുപാട് വിശാലമായ ഏരിയാസിനെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കുന്ന പോലെ തന്നെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ആക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഏരിയയാണ് സൈക്കോ എഡ്യൂക്കേഷൻ. സൈക്കോ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഹ്യൂമൻ മൈൻഡിന്റെ ശരിയായ അവസ്ഥകളെ കുറിച്ചും അതിൽ വരുന്ന ഡിസോർഡേഴ്സിനെ കുറിച്ചും കറക്റ്റായ ഒരു അവയർനെസ് നമ്മൾ നേടിയെടുക്കുക എന്നുള്ളതാണ് സൈക്കോ എഡ്യൂക്കേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചെറിയ ഒരു മെന്റലി നമുക്ക് എന്തെങ്കിലും ഒരു ഫ്ലക്ച്വേഷൻ വരുമ്പോൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾക്ക് അത് ഒരു ഇൽനെസ് ആണ്, അതല്ലെങ്കിൽ അത് ട്രീറ്റ് ചെയ്ത് മാറ്റേണ്ട ഒരു കണ്ടീഷൻ ആണ് എന്ന രീതിയിലേക്ക് നമ്മളൊന്ന് എത്തിപ്പെടണം. അതിനാണ് ഈ സൈക്കോ എഡ്യൂക്കേഷൻ ഒരുപാട് ഇമ്പോർട്ടന്റ് ആവുന്നത്. അപ്പൊ നമ്മളുടെ ഈ സൈക്കോ എഡ്യൂക്കേഷൻ കൊണ്ട് ഏറ്റവും കൂടുതൽ നമുക്ക് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ഒരു സ്റ്റിഗ്മ ഉണ്ട്. അതായത് എന്തെങ്കിലും ഒരു പ്രശ്നം മൈൻഡിന് വന്ന് ഒരു സൈക്കോളജിസ്റ്റിനെ അപ്രോച്ച് ചെയ്യുക, അതല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ അപ്രോച്ച് ചെയ്യാം എന്നത് മറ്റുള്ളവരെ അറിയുമ്പോൾ ഓക്കെ ആ വ്യക്തി ഒരു മെന്റൽ പേഷ്യന്റ് ആണ് എന്ന രീതിയിൽ ലേബിൾ ചെയ്യുന്ന ആ ഒരു സ്റ്റിഗ്മ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. കാരണം എന്താണ് എൻ്റെ പ്രശ്നം, എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത്, എന്താണ് എനിക്കുള്ള മെന്റൽ ഹെൽത്ത് കണ്ടീഷനിൽ വന്നിരിക്കുന്ന ഡിസോർഡർ, അതിനെക്കുറിച്ച് വിശദമായി പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ പലരിലും കണ്ടുവരുന്ന ആൻസൈറ്റി, ഡിപ്രഷൻ, OCD, പേഴ്സണാലിറ്റി ഡിസോർഡർ, ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ, ഇതുപോലെയുള്ള ആ ഒരു കണ്ടീഷനിലൊക്കെ ട്രീറ്റ്മെന്റിൽ കൂടെ കടന്നു പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ആ ട്രീറ്റ്മെന്റിനെ കുറിച്ച് ശരിക്കും ആ വ്യക്തിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അവിടെയാണ് സൈക്കോ എഡ്യൂക്കേഷൻ ശരിക്കും യൂസ്ഫുൾ ആവുന്നത്. വ്യക്തി ഒരു ഡിപ്രസീവ് സ്റ്റേജിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ എന്താണ് ഡിപ്രഷൻ, എങ്ങനെയാണ് ഡിപ്രഷൻ വരുന്നത്, ഇനി അത് എങ്ങനെയാണ് എൻ്റെ ലൈഫിൽ വന്നത്, എന്ത് സിറ്റുവേഷനിൽ കൂടെയാണ് വന്നത്, അതിന് എന്തൊക്കെ ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റും, ഏത് ട്രീറ്റ്മെന്റ് ആണ് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് ആ വ്യക്തിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് എന്താണ് ഈ സംഭവം എന്നറിഞ്ഞിട്ടാണ് ട്രീറ്റ്മെന്റിലേക്ക് സ്റ്റെപ്പ് എടുത്തു വെക്കുന്നത്. അപ്പൊ അത് 100% സക്സസ്ഫുൾ ആവും എന്നുള്ളതിൽ നമുക്ക് സംശയമൊന്നുമില്ല അല്ലെ. കാരണം എന്ത് കാര്യം നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിലേക്ക് സ്റ്റെപ്പ് എടുത്തു വെച്ച് കഴിയുമ്പോൾ നമ്മളുടെ ഒരു കോപ്പിംഗ് സ്കിൽ അവിടെ കൂടുതലായിരിക്കും. അതെന്തായാലും ട്രീറ്റ്മെന്റിന്റെ ഒരു നല്ലൊരു റിസൾട്ടിന് അവിടെ ഹെൽപ്പ് ചെയ്യുക ചെയ്യും. ഈ സൈക്കോ എഡ്യൂക്കേഷൻ എന്ന ആ ഒരു ഏരിയയിൽ കൂടെ കടന്നുപോയി മുഴുവനായും മെന്റൽ ഹെൽത്ത് കണ്ടീഷനെ കുറിച്ചും ഹ്യൂമൻ മൈൻഡിനെ കുറിച്ചും ഈ ഒരു ഡിസോർഡേഴ്സിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് വരാണ്. കാരണം ഇതെനിക്ക് അറിയാവുന്ന കാര്യമാണ്, ഇതിന് എന്ത് ട്രീറ്റ്മെന്റ് വേണം, ഇതിന് എന്ത് ടൂള് യൂസ് ചെയ്യണം, ഇത് എന്ത് റിസോഴ്സ് ആണ്, ഇതിനൊക്കെ ഈ സൈക്കോ എഡ്യൂക്കേഷനിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, എങ്ങനെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾക്കും ഒരു അവയർനെസ് കിട്ടും. അപ്പൊ ഫിസിക്കലി വരുന്ന ഇൽനെസ്സിനെ പോലെ തന്നെ മെന്റലി വരുന്ന ഇൽനെസ്സിനെ ട്രീറ്റ് ചെയ്യാനുള്ള ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ട് സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന ആ ഒരു സ്റ്റീരിയോട്ടിക് തോട്ട്സിനെ മാറ്റിയെടുക്കാം. അപ്പൊ സൈക്കോ എഡ്യൂക്കേഷൻ ഏത് പ്രായത്തിലും നമ്മൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. പക്ഷെ എങ്ങനെയാണ് ഇത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക, ഇൻഡിവിജ്വൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് ടീനേജേഴ്സിനായാലും ഫാമിലി ഇഷ്യൂസിനും ഫാമിലി ബേസിലായാലും ഏത് രീതിയിലായാലും ഈ സൈക്കോ എഡ്യൂക്കേഷൻ കെയർ ചെയ്യാന്നുള്ളത് ഒരുപാട് ഇമ്പോർട്ടന്റ് ആയ ഒരു ഫാക്ടർ തന്നെയാണ്. അപ്പൊ എഡ്യൂക്കേഷന് വേണ്ടി നമ്മൾ ഒരുപാട് ഗോൾസും ഡ്രീംസും ഒക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പ്രൊഫഷണലി ഒരുപാട് മെച്യൂർഡ് ആയിക്കൊണ്ട് ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ നമ്മൾ ട്രൈ ചെയ്യുന്നതോടൊപ്പം തന്നെ മെന്റൽ ഹെൽത്ത് കണ്ടീഷനിൽ നമ്മുടെ ഹ്യൂമൻ മൈൻഡിനും കൂടെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു ഏരിയ ആണ് ഈ സൈക്കോ എഡ്യൂക്കേഷൻ. അപ്പോൾ ആ സൈക്കോ എഡ്യൂക്കേഷൻ നമ്മൾക്ക് അക്വയർ ചെയ്യാൻ പറ്റിയ ഏതൊരു ചാൻസ് വന്നാലും അത് ഈവൻ റിസോഴ്സസ് സോഷ്യൽ മീഡിയ ഇൻഫർമേഷനിൽ കൂടെ ആവാം, ബുക്സിൽ നിന്നാവാം, കൺസൾട്ടിങ് വിത്ത് മെന്റൽ ഹെൽത്ത് പ്രൊഫഷണൽസ് ആവാം, എങ്ങനെയായാലും അത് അക്വയർ ചെയ്യാൻ കിട്ടുന്ന ഒരു ചാൻസുകളും മിസ്സാക്കരുത്. മാത്രമല്ല അതിനുവേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് അത് ഓരോരുത്തരും പഠിച്ചെടുക്കുക എന്നുള്ളത് നമ്മളിൽ വരുന്ന പല മാറ്റങ്ങൾക്കും നമ്മൾക്കത് ഉപകരിക്കും. കാരണം ഓരോ സ്റ്റേജിൽ കൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരാം. ഹോർമോൺ ഫ്ലക്ച്വേഷൻ കൊണ്ട് മൂഡ് സ്വിങ്സ് വരാം, അതല്ലെങ്കിൽ പ്രൊഫഷണലി വരുന്ന നമുക്ക് ഒരുപാട് ഇഷ്യൂസ് നമ്മളെ മെന്റൽ ഹെൽത്ത് ഡൗൺ ആക്കാം. ഫാമിലിയിൽ വരുന്ന ഒരു കോൺഫ്ലിക്ട്സ് നമുക്ക് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. എഡ്യൂക്കേഷൻ എന്ന സ്റ്റെപ്പിൽ കൂടെ നമ്മൾ കടന്നു പോകുന്നതോടൊപ്പം തന്നെ ഈ സൈക്കോ എഡ്യൂക്കേഷൻ എന്നതിൽ കൂടെ ഹ്യൂമൻ മൈൻഡിനും കൂടെ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് കണ്ടീഷൻ കുറേയൊക്കെ ബെറ്റർ ആക്കി വെക്കാൻ പറ്റും.